അയ്യോ! സ്പെയിനിലെ ഞങ്ങളുടെ മോസ്റ്റ് ഡേഞ്ചറസ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അത് 6 മന്ത്സ് ഓൾഡ് ഞങ്ങളുടെ മോനെയും കൊണ്ടാണ് ഞങ്ങൾ പോയത്. ലാസ്റ്റ് പുലീൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് ഓടിപ്പോയതാണ്. അപ്പോൾ സ്പെയിനിൽ ഞങ്ങളൊരു സൂ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ നാട്ടിലെ സൂ അല്ലേ കണ്ടിട്ടുള്ളൂ. നമ്മൾ സ്പാനിഷുകാർ ഇവരുടെ സൂവിൽ ഏതൊക്കെ വൈൽഡ് ആനിമൽസിനെയാണ് വെച്ചിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി പോയതാണ്. ടിനൂസനാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി. കാരണം റിയൽ വൈൽഡ് ആനിമൽസിനെ കാണാൻ വേണ്ടി പോയതല്ലേ. ആദ്യം പോയത് തന്നെ സിംഹത്തിൻ്റെ മടയിലേക്കാണ്. അതിൻ്റെ നോട്ടം തന്നെ ഞങ്ങൾ ഇപ്പോൾ കിട്ടിയ ലഞ്ചാക്കും എന്നുള്ള നോട്ടമാണ്. പിന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ പോയില്ല. പിന്നെ ഞങ്ങൾ ക്യൂട്ടായിട്ടുള്ള ഈ ജിറാഫിനെ സീബ്രേനെയും കണ്ടു. അപ്പോൾ ഈ ജിറാഫ് സീബ്രയൊക്കെ ഇത്രയും പാവ ആനിമൽസ് ആണോ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഞങ്ങളെയൊന്നും മൈൻഡേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആനിമൽസിനെ കണ്ടത് ഇത് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുകയാണോ സൈക്കിൾ ഓടിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. പിന്നെ നമ്മുടെ നാട്ടിലെ സൂവും സ്പെയിനിലെ ഒരു സൂവും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ആനിമൽസ് നമ്മൾ തമ്മിൽ വലിയൊരു സെപ്പറേഷനോ ഡിവിഷനോ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. കാരണം ഇപ്പം ഈ കാണുന്ന ഈ ഒരു ലയണസ് ഇല്ലേ, ഇതൊരു ഉറക്കം തൂങ്ങിയ ലയണസ് ആണെന്ന് തോന്നും നമുക്ക്. പക്ഷേ ഇത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അടുത്ത് വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ സിനിമയിലല്ലേ ഗൊറില്ലേനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ റിയൽ ഇരിക്കുന്ന ഗൊറില്ലയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ വന്ന് പിടിച്ചുകൊണ്ട് പോയി നമ്മളെ കൊല്ലാം. പക്ഷേ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വരാം. കാരണം ഇപ്പോൾ ഈ ഒരു കുഞ്ഞു റോപ്പും ഒരു വുഡും ഒക്കെ വെച്ചിട്ടാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. സ്പാനിഷുകാർ എന്തല്ല ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഈ ആഫ്രിക്കൻ ആനക്കുട്ടികളുടെ നോട്ടം തന്നെ കണ്ടാൽ ശരിയല്ല. അത് എപ്പോൾ വേണമെങ്കിലും നമ്മളെ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ ഓടി വന്ന എന്ത് ചെയ്യും? ഒന്നും നോക്കണ്ട, ഒറ്റ ഓട്ടം ഓടിക്കോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.